ഇന്ന് നമ്മൾ കണ്ണൂരുള്ള മുത്തപ്പൻകാവിലേക്കാണ് പോകുന്നത്. ഞാനും മോളും ഹസ്ബൻഡും എൻ്റെ അമ്മയും കൂടെയാണ് ഇപ്രാവശ്യം പോകുന്നത്. ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങളിവിടെ വരാറുണ്ട്. അങ്ങനെ നമ്മൾ മുത്തപ്പൻകാവിലെത്തി. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് പോകുന്ന വഴിയാണ് മോള് അപ്പം തന്നെ ഫുൾ ഷോപ്സും സാധനങ്ങളും ടോയ്സും എല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് അത് വേണം ഇത് വേണം എന്നൊക്കെ അവളുടെ ഡാഡേൻ്റെ അടുത്ത് കുറേ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ ഞങ്ങൾ വേഗം ചെന്നപ്പോൾ തന്നെ ചെണ്ടോട്ടിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ വേഗം ഓടി അകത്തേക്ക് കയറിയപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ആൻഡ് ആക്ച്വലി ഇവിടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് നിർത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ള വ്യൂ ആണ് ഇതായി കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് വഴിപാടൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. പുറത്ത് കുറേ എല്ലാ ഷോപ്സിലൊക്കെ കയറി ഇറങ്ങണമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാ. എൻ്റെ മോള് ഓരോ ഷോപ്പ് കയറി ഇറങ്ങും, അവിടെ കയറും അത് വാങ്ങും, ഇവിടെ കയറും ഇത് വാങ്ങും. അങ്ങനെ അവൾ ഓരോ കടകളിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി കളിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ അവൾക്ക് വേണ്ടി കുറച്ച് ടോയ്സും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഈ കാണുന്നൊരു ചേച്ചീൻ്റെ കടയിൽ കയറിയത്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, ടോയ്സ് ആയിട്ട് ഫാൻസി ഐറ്റംസ് ആയിട്ട്. ആ കമ്മലൊക്കെ തൂങ്ങിക്കിടക്കുന്ന കാണില്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇത്ര വലുപ്പമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടീനെ പോലെ തന്നെ എന്താ പറയുക, ഇതൊക്കെ കാണുമ്പം എനിക്കും ഇതെല്ലാം വാങ്ങണം എന്നുള്ള ഒരു ടെംപ്റ്റേഷനാണ് തോന്നുന്നത്. പണ്ട് നമ്മൾ ഇവരെ പോലെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ആ ഒരിത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ആൾ വേറെ ഏതോ ഷോപ്പിൽ എന്തോ കണ്ടുവച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷേ എല്ലാ ഷോപ്സും അവൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണുള്ളത്. ഇവളത് എവിടെയാണ് കണ്ടുവച്ചതെന്നുള്ളത് ആക്ച്വലി അവൾ തന്നെ മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ അവൾ ആ ഷോപ്പ് തപ്പി പിടിക്കാൻ പോകുന്ന പോക്കാണിതായത്. അങ്ങനെ ഏതോ ഒരു ഷോപ്പിൽ ലാസ്റ്റ് എത്തി. അവൾ വേണ്ട സാധനം അവൾ കണ്ടുപിടിച്ച് അവളുടെ ഡാഡിക്ക് അതിന് ഓർഡർ കൊടുത്ത് അത് വാങ്ങിക്കൊടുത്ത് അപ്പോഴാണ് അവൾക്ക് സമാധാനമായത് അത് കിട്ടിയപ്പോൾ. അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിങ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോരുകയാണ്. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സൊക്കെ ഞാൻ ഇനിയും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്